മുഴുവൻ സുഖം പകരാനായി സ്നേഹദീപമേ വിഴി തുറക്കൂ. കഥന നിവാരണ കനിവിൻ വഴി തെളിക്കൂ. ലോകം മുഴുവൻ സുഖം പകരാനായി സ്നേഹദീപമേ. സംഘടന ഉണ്ടെങ്കിൽ മാത്രമേ AJMPTയും ബാങ്കും ശാഖയും ചിട്ടിയും അതെല്ലാം നടക്കും. ഏറ്റവും പ്രധാനം സംഘടനയാണ്. നമ്മൾ അതിൽ നിന്നാണ് ഇതെല്ലാം കെട്ടിപ്പടുത്തത്. അത് നമ്മുടെ അടിസ്ഥാനമാണ്, നമ്മുടെ അടിത്തറയാണ്. അപ്പം നമുക്ക് ജനശ്രീ മിഷൻ എങ്ങനെയാണ് ജനശ്രീ മിഷൻ എന്തുകൊണ്ട് രൂപം കൊണ്ടു, ജനശ്രീ മിഷൻ എന്തിനു വേണ്ടി രൂപം കൊണ്ടു എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ ജനശ്രീ സുസ്ഥിര വികസന മിഷൻ എന്നാണ് നമ്മുടെ ഈ സംഘടനയുടെ പേര്. നമ്മൾ ആദ്യം ചിന്തിക്കുന്നത് പലപ്പോഴും ജനശ്രീ ഒരു അംഗമാകണം എന്ന് പറയുമ്പോൾ, ജനശ്രീ കൂട്ടായ്മയിൽ ഒരു സംഘം നിങ്ങൾ രൂപീകരിക്കണം എന്ന് പറയുമ്പോൾ നമ്മുടെ ആളുകൾ ചോദിക്കുന്ന ഒരു ചോദ്യം, അത് ചേർത്തലയിലും അരൂരും മാവേലിക്കരയിലും ആലപ്പുഴയിലും കായംകുളത്തും ചെങ്ങന്നൂരും കുട്ടനാടും അമ്പലപ്പുഴയും ഒക്കെ ചോദിക്കുന്ന ഒരു ചോദ്യം, എന്ത് കിട്ടും എന്നുള്ളതാണ് അല്ലേ? ജനശ്രീയിൽ എന്ത് കിട്ടും എന്നുള്ളതാണ്. നമ്മുടെ ഒരു സ്വാശ്രയ സംഘടനയാണ്. സ്വന്തമായി നമ്മെ തന്നെ ആശ്രയിച്ചു പോകുന്ന ഒരു സംഘടനയാണ്. നിങ്ങളെ മോണിറ്റർ ചെയ്യുവാൻ കുടുംബശ്രീ ആണെങ്കിൽ അവിടെ ADSO, CDSO, പഞ്ചായത്തോ മുനിസിപ്പാലിറ്റിയോ കളക്ടറോ അല്ലെങ്കിൽ സാമൂഹിക ക്ഷേമ ഉദ്യോഗസ്ഥരോ മേട്ടർ അടക്കമുള്ള വിവിധ തസ്തികകളുണ്ട്. ഇവിടെ ഇതിൻ്റെ എല്ലാം ചുമതലക്കാരായി പ്രവർത്തിക്കുന്നത് ജനശ്രീയുടെ നേതാക്കളും കുടുംബ അംഗങ്ങളുമായ നിങ്ങളാണ്. നമുക്ക് ആരെങ്കിലും നമ്മെ ഒന്ന് താങ്ങുവാനുണ്ട് എങ്കിൽ ഒരു എറുമ്പ് നമ്മളെ കടിച്ചാൽ പോലും നമ്മളെ നിലവിളിക്കും, ഇല്ലേ? പക്ഷേ നമ്മെ ആരും താങ്ങാനില്ല എന്നുണ്ടെങ്കിൽ ഭൂമി കുലുങ്ങിയാൽ പോലും നമ്മൾ ചലിക്കില്ല. നമുക്ക് ആരും നമ്മളെ രക്ഷിക്കാനില്ല, ആരും നമ്മളെ താങ്ങാനില്ല, ആരും സഹായിക്കാനില്ല. നമ്മുടെ സ്വാശ്രയ ബോധത്തോടെ നിന്നാൽ ഭൂമി കുലുങ്ങിക്കോട്ടെ, നമ്മൾ അനങ്ങില്ല, നാം ചലിക്കില്ല. പക്ഷെ ആരെങ്കിലുമൊക്കെ ഒന്ന് സഹായിക്കാനുണ്ട് എങ്കിൽ ചെറിയ ഒരു എറുമ്പ് കടിച്ച വേദന പോലും സഹിക്കുവാനുള്ള ഒരു മനസ്സില്ലാത്ത ഒരു ലോകത്താണ് നിങ്ങളും ഞാനും ജീവിക്കുന്നത്.